സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്ക് ശത്രുക്കളുണ്ടാകും. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക നിങ്ങൾ, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല. അത് നമ്മുടെ മാത്രം ശരികളാണ്. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാൻ ഒക്കില്ലല്ലോ എന്നോർത്ത് തലതല്ലി ചത്തിട്ടില്ല. ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതെ ഇരുന്നിട്ടില്ല. പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം? വീണുപോയെന്ന് തോന്നുമ്പോഴൊക്കെ വീര്യത്തോടെ തന്നെ നടക്കണം. ആ വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയത് എന്നോർത്ത് വിജയത്തിലേക്ക് തന്നെ നടക്കണം. നമ്മൾ ആരാണെന്ന് അറിയാത്ത, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ശതമാനം പോലും അറിയാത്ത ആൾക്കാർ നമ്മളെപ്പറ്റി പുറത്ത് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും. പിന്നെ വിവരമില്ലാത്തവർ അല്ലേ പോട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിക്കും. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവുക, അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാനം. നമ്മളാവുക എന്നതാണ് പ്രധാനം. അതാവാൻ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്കൊരു കുറവുണ്ടെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറവ്. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പരിഹസിക്കപ്പെടും. അതുപോലെ തന്നെ മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേയുള്ളൂ. നിങ്ങൾ അതെങ്ങനെ ചിലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്താപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, സ്വയം പൊറുത്തുകൊണ്ടോ, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ, നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ? നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക, റിസ്ക് ഏറ്റെടുക്കുക. ഒരേയൊരു ജീവിതമേയുള്ളൂ. അത് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുക. രണ്ടു സാഹചര്യങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കുക. ഒന്ന്, നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. രണ്ട്, ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുമ്പോൾ. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏതു സാഹചര്യത്തിലും മുന്നോട്ടു പോവാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയും. എൻ്റെ ജീവിതം എൻ്റെ സ്വന്തമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം. ക്ഷമ പറച്ചിൽ, ഒഴിവുകഴിവുകളോ ഇല്ലാതെ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന ആ ദിവസമുണ്ടല്ലോ, അന്നാണ് നിങ്ങൾ ജീവിക്കാൻ ശരിക്കും തുടങ്ങുന്നത്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടത്, ഒന്ന്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. രണ്ട്, നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക. മൂന്ന്, ഈ ലോകം ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് തിരിച്ചറിയുക. നാല്, ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക. അഞ്ച്, പ്രിയമുള്ളവരെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക, കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ആറ്, ഒരു നാൾ ഇവിടം വിട്ടു പോകേണ്ടവരാണ് എന്ന് ഓർക്കുക. അപ്പോൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാൻ തോന്നും. ഏഴ്, കുഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എട്ട്, ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരങ്ങളും ഭാഗ്യം എന്ന് തിരിച്ചറിയുക. ഒൻപത്, സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞുകൊള്ളട്ടെ, അവർക്ക് നിങ്ങളെ അറിയില്ല. അറിയുന്നതെന്തോ ബാഹ്യമായ ചിലവ് മാത്രം.
നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാം. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞവൻ പരാജയപ്പെടില്ല. പിന്തിരിപ്പിക്കാനും പരിഹസിക്കാനും ആളുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ജീവിച്ചിരുന്നത് എന്തിന് എന്ന തെളിവ് അവശേഷിപ്പിക്കുക. അതിനു വലിയ നിർമ്മിതികളുടെ ആവശ്യമില്ല. സമൂഹമാധ്യമത്തിൽ സ്നേഹം നിറച്ചു കൊണ്ടായാലും മതി. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ്. ഇഷ്ടക്കേടും പൊരുത്തക്കേടും ഉള്ളവരുമായി സഹകരിക്കരുത്. കാരണം അത് വേദനയെ സമ്മാനിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കരുത്. കാരണം അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിലയുണ്ടാകില്ല. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് സമയം കാണൂ. ഏതു സാഹചര്യത്തിലും മുന്നോട്ടു പോവാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാം. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്തുതന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും. ബി യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും യുണീക്കാണ്. പണം കൊണ്ട് ക്ലോക്ക് വാങ്ങാം, പക്ഷേ നേരം വാങ്ങാൻ കിട്ടില്ല. പണം കൊണ്ട് പുസ്തകം വാങ്ങാം, പക്ഷേ അറിവ് വാങ്ങാൻ പറ്റില്ല. പണം കൊണ്ട് രക്തം വാങ്ങാം, പക്ഷേ ആയുസ്സ് വാങ്ങാൻ പറ്റില്ല. പണം കൊണ്ട് പദവി നേടാം, പക്ഷേ ആദരവ് നേടാൻ കഴിയില്ല. പണം കൊണ്ട് വീട് വാങ്ങാം, പക്ഷേ സ്നേഹമുള്ള ഒരു കുടുംബം നേടാൻ കഴിയില്ല. ആത്മാർത്ഥമായി ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താൽപര്യം കാണിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. എൻ്റെ സന്തോഷങ്ങളുടെ താക്കോൽ എൻ്റെ കയ്യിലാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കുന്നത് കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്. ഓർക്കുക, നിങ്ങളെ ജയിപ്പിക്കാൻ ആളുണ്ടാകും, തോൽപ്പിക്കാനും ആളുണ്ടാകും. ആ ഒരാൾ നിങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.